ഹായ് ഗായ്സ്, ഇത് 2 വർഷം മുമ്പ് ടൊറൻറ്റോ ഇല്ലൂമി എന്ന് പറഞ്ഞൊരു ലൈറ്റ് ഷോയ്ക്ക് പോയപ്പോൾ വീഡിയോ ആണ്. നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒരു യമൻ്റെ 2 ഡൈനോസറുകളാണ്. ഈ കാണുന്ന 2 ഡൈനോസറുകൾക്ക് നല്ല വലിപ്പവും ഉണ്ട്, നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും കാനഡയിലെ ഒരു പള്ളിപ്പെരുന്നാളിന് കൂടുന്ന ഒരു ഫീലാണ്. നമ്മുടെ പുറകിൽ കാണുന്ന ഈ ക്രിസ്മസ് ട്രീ പോലുള്ള സംഭവം അത് ഈ ഭയങ്കര ഹൈറ്റാണ്. അതുപോലെ തന്നെ ഈ ഡൈനോസറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ നല്ല രസം. ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു തീമിലേക്കാണ്. അത് ഒരു ഫാം സ്റ്റൈലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമാണ്, അന്യായ കളർഫുള്ളാണ്. ഇത്രയും ലൈറ്റ്സും ആൾക്കാരും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞുസ് ഭയങ്കര ആക്റ്റീവാണ്. നമ്മുടെ കുഞ്ഞൂസിന് കോഴിയും പശുവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ എവിടെയുണ്ട്, അതൊക്കെ കൊച്ചിൻ്റെ അമ്മാമ്മയുടെ വീടാണ്. നാട്ടിൽ നിന്ന് വന്ന ഒരു അതിവിദഗ്ധനായ കറവക്കാരനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഓരോ ഏരിയയും ഓരോ ഡിഫറെന്റ് തീമാണ്. ഇതൊരു മൊത്തം ഒരു ഹൊറർ തീമാണ്. പക്ഷെ ഇതിന്റെ തൊട്ടടുത്തുള്ളത് ഭയങ്കര രസമാണ്. മൊത്തം പച്ചപ്പും ഹരിതാഭ്യ. എന്നെ അത്ഭുതപ്പെടുത്തിയത് വേറെ ഒന്നല്ല, ഇവർ ഈ ഗോതമ്പ് വരെ ചെറിയ ലൈറ്റിൽ ചെയ്തേക്കുക എന്നുള്ളതാണ്. ഭയങ്കര രസമാണ് അത് കാണാൻ. കാനഡയിൽ ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുന്നവർ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഈ സ്ഥലത്തൊന്ന് പോകുന്നത് വളരെ നന്നായി. ശരിക്കും നമ്മൾ രാത്രി ഒരു ഉത്സവം കൂടുന്നതോ അല്ലെങ്കിൽ ഒരു പെരുന്നാളിന് പോകുന്നതോ ആയിട്ടുള്ളൊരു ഫീലാണ് ഇവിടെ. ഈ ഒരു പാർട്ട് സൂപ്പറാണ്. ഇത് ഒരു ബിഗ് സ്ക്രീനിൽ കണ്ട അടിപൊളിയായിരിക്കും. ഈ ഏരിയയിലേക്കൊക്കെ നമുക്ക് ആദ്യം ഒന്ന് കടന്ന് ചെല്ലാൻ തന്നെ ഒരു മടി തോന്നും. കാരണം ഒരു സ്പൈഡർ സെറ്റപ്പിലാണ് മൊത്തം ഉണ്ടാക്കി വെച്ചത്. ഇവിടെ കൂടെ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നോർത്ത് പോളിലാണ്, മൊത്തം അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്ക കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കൊണ്ടുപോകുന്നത് ചൈനയിലേക്കാണ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചൈനീസ് തീമാണ്. ഈ സ്റ്റാച്യൂസ് കാണുമ്പോൾ ചെറുപ്പത്തിൽ നിങ്ങൾ കണ്ട ഏതെങ്കിലും സിനിമകളൊക്കെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും.
ഈ ഡ്രാഗണിൻ്റെ ആ കളർ കോമ്പോയും ആ മൂക്കിൻ്റെ തുമ്പൊക്കെ കണ്ട് എന്ത് രസമാണ്. ഇത്രയും ചൈനീസ് പടയാളികൾ ഇങ്ങനെ നിരന്നിട്ടാണ് നല്ല രസമുണ്ടല്ലേ. ഇത് അത്യാവശ്യം വലിയൊരു ഏരിയ തന്നെ ഉണ്ട്. നല്ലോണം നമ്മൾ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു. പണ്ട് ദൂരദർശനിൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിലൊക്കെ കാണിക്കുമായിരുന്നു. എനിക്ക് ഇവിടെ വന്നപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വെള്ളത്തിൽ ഇങ്ങനെ ഒരു കുതിരയുടെ ഇത് റിപ്പീറ്റഡ് ആണെങ്കിലും മൂവിങ് റിപ്പീറ്റഡ് ആണെങ്കിലും നമ്മൾ കുറച്ചു നേരം നിന്ന് നോക്കിപ്പോകും. ഇതാണ് നമ്മുടെ ലൈറ്റ് ഷോയുടെ അവസാന പോയിന്റ്. ഇത് കഴിഞ്ഞ് നമ്മുടെ എക്സിറ്റായി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.